മൂകാംബികെ സർവ്വ ഐശ്വര്യങ്ങളിൽ നിന്ന് അനുഗ്രഹിക്കുമാറാകണേ. ദേവി ഒരുപാട് മണിയടിക്കണ്ട, സമയം എത്രയായിന്നറിയോ? ദേവി, ആഗ്രഹിച്ചതുപോലെ നീ എനിക്ക് ഇന്ദൂട്ടിയ ഭാര്യയെ തന്നു. ഞാൻ ഭാഗ്യവാനാണ്. വേണ്ട വേണ്ട, മണിയടി ഇങ്ങോട്ട് വേണ്ട. പക്ഷേ പക്വതയും പാകതയും തീരെ പോരാ. എനിക്ക് ഫസ്റ്റ് അവർ ക്ലാസ് ഉള്ളതാ. കോളേജ് അധ്യാപികയെ ചാർജ് എടുത്ത് അധികമായിട്ടില്ലാത്തതിന്റെ വെപ്രോളും പരവേശവും ഒന്നും ഇനിയും മാറിയിട്ടില്ല. അതൊന്നും മാറ്റി കൊടുക്കണേ ദേവി. പാന്റും ഷർട്ടും എടുത്തു വെച്ചിരിക്കണു. കൊഞ്ചാതെ വേഗം ചെന്ന് ഡ്രസ് ചെയ്യണം എന്തേട്ടാ. ഇന്ദൂട്ടിക്കും കൂടി വേണ്ടിയാ ദേവി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ദുട്ടി, ഇതാണോ പാന്റ് ഷർട്ടും? ആ, അത് മതി. മതി നന്ദേട്ടാ, നല്ല കുട്ടപ്പനായിട്ടുണ്ട്. ഈടെ തന്നെ സൗന്ദര്യബോധം തീരെ പോരാ. ഡ്രസ് സെലക്ഷൻ ഒക്കെ വെരി പുവർ. ഇതാ നോക്കി, ഇത് മാച്ച് ആവോ? ഇത്രയും മാച്ചിങ് മതി. പഴയതുപോലെ ചെത്തിമിനിക്ക് നടന്നാലേ. ഓ, യു ആർ സോ സെൽഫിഷ്. ഞാനിപ്പോ ഇത്തിരി സെൽഫിഷാ. ഞാനൊരു ഫ്രീ ബേർഡായിട്ട് ഇങ്ങനെ പറന്ന് നടക്കുന്നില്ല, നിനക്ക് അസൂയുണ്ടല്ലേ? ആ, ഉണ്ട്. കൊറേ ഇങ്ങനെ പറന്ന് നടന്നതല്ലേ. ഇനി എന്റെ മുനി കൊമ്പിലിരുന്ന് ഇത്തിരി റെസ്റ്റ് എടുക്ക്. പെണ്ണ് കെട്ടിയ കണ്ണ് കെട്ടിന്ന് കാരണവന്മാര് പറയുന്നത് എത്ര ശരിയാന്ന് ഇപ്പഴാ ബോധ്യായത്. മതി മതി, കണ്ണ് മാത്രമല്ല നിങ്ങളുടെയൊക്കെ കയ്യും കാലും കെട്ടിയിടണം. വാ വാ. ഇന്ദുട്ടിയെ, നിന്റെ ചുമട്ടുമണി നിർത്താറായില്ലേ? ഉച്ചക്ക് പിന്നെ എന്ത് ചെയ്യും? വായി ഭക്ഷിക്കൂ. ഞാൻ ഈ ബുക്ക് ചുമടിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ എനിക്ക് ക്ലാസ് എടുക്കണ്ടേ? അതിന് ചുമടുമായിട്ട് വരുന്ന ചില പുസ്തക പുഴുക്കൾ ഫ്രണ്ട് ബെഞ്ചിൽ തന്നെ ഉണ്ടാവില്ലേ? അതിന്ന് പറഞ്ഞ എടുക്കുക, ലെക്ചർ ചെയ്യുക. ദാറ്റ്സ് ഓൾ. വേണ്ട, എനിക്ക് ആരുടെയും കൺസിഡറേഷൻ ഒന്നും വേണ്ട. കോൺവെന്റിലെ ശിക്ഷണത്തിന്റെ ദൂഷ്യം. ആ ദൂഷ്യം ഞാൻ സഹിച്ചു. ഓ, ഇതാര് കല്യാണിയോ? എപ്പോ വന്നു? ഞാനിപ്പോ വന്നേ ഉള്ളൂ. എന്നിട്ടെന്താ ബെല്ലടിക്കാഞ്ഞേ? ഒളിഞ്ഞെന്ന് കേൾക്കണ ശീലം അത്ര നല്ലതല്ല കേട്ടോ. അയ്യോ, ഞാൻ കല്യാണിക്ക് അങ്ങനത്തെ ദുശീലങ്ങൾ ഒന്നുമില്ല. ഉണ്ടോ? ഈശ്വരനാണേ ഇല്ല. അല്ല, എന്താ ഇത്ര വൈകിയത്? സമയം എത്രയെന്നറിയോ? ഇന്ന് എന്റെ മംഗലം കഴിഞ്ഞ ദിവസം. അത് ശരി, അതാണ് കുളിച്ച് കുറിയൊക്കെ തൊട്ട് നല്ല കുട്ടപ്പിയായിട്ടല്ലേ? ലേറ്റ് ആകുന്ന് ഇന്നലെ പോകുമ്പോഴേ പറയാറുന്നില്ലേ? വീട്ടിൽ ചെന്നപ്പോ പിള്ളേരുടെ അച്ഛൻ വന്നിക്കണു. വരുമെന്ന് കരുതിയതല്ല. അപ്പൊ ഇന്നലെ നല്ല ആഘോഷമായിരുന്നു അല്ലേ? ഒന്ന് പോ സാറേ. ആ മതി, ഇങ്ങോട്ട് കേറ്. എന്തൊക്കെയാ ചെയ്യേണ്ടെന്ന് പറയാം. റീസേ, കാസറ്റ് മാറണ്ടേ? ആ വേണം, ഒരു മിനിറ്റ്. നന്ദേട്ടനാ കല്യാണിക്ക് വളം വെച്ച് കൊടുക്കുന്നത്. കുറച്ചൊക്കെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തില്ലെങ്കിലേ തലേ കയറി ചെവി തിന്നും. ഞാൻ പറഞ്ഞേക്കാം. ഓ എടി, ഇത്തിരി സോപ്പിട്ട് നിന്നില്ലെങ്കിലേ അവരവരുടെ പാട്ടിന് പോവും. ഇക്കാലത്ത് വേലക്കാരി കിട്ടാനുള്ള ബുദ്ധിമുട്ട് അറിയാലോ. എന്ന് കരുതി പൊട്ടുന്ന താളത്തിനൊക്കെ തുള്ളണോ? അവരുടെ ഒരു കുണുങ്ങിന് കണ്ടില്ലേ? ഒരൊറ്റ കുത്തുവെച്ച് കൊടുക്കാൻ തോന്നും. ചിരിക്കണ്ട. ഒരു ലെക്ചർ ആണെന്നുള്ള സീരിയസ്നെസ് നന്ദേട്ടനില്ല. സ്റ്റുഡൻസിനോടായാലും സെർവൻസിനോടായാലും കൂടെ കൂടിക്കോളും. തന്റെ ഈ സ്ട്രിക്റ്റും ഡിസിപ്ലിൻ ഒന്നും ഇക്കാലത്ത് നടക്കില്ല. സ്ട്രിക്റ്റിന്റെ അല്ല, ഐ ആം ടെല്ലിംഗ് അബൌട്ട് റെസ്പോൺസിബിലിറ്റി. ഓക്കെ ഓക്കെ, രാവിലെ വെറുതെ ചൂടാവണ്ട. ബാക്കർ എങ്ങനെയുണ്ട്? നല്ല ഫിലിംസാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആ, ട്രീസയുടെ ഫോൺ കണക്ഷന്റെ കാര്യം എന്തായി? സോറി, അടുത്ത മാർച്ച് വരെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടി വരും. അയ്യോ, ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഭർത്താവിന്റെ സ്വരം കേൾക്കാൻ കാതോർത്തിരിക്കുന്ന ഒരു വിരഹണിയുടെ ദുഃഖമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. യു ആർ ഓൾവേസ് വെൽക്കം. മാഷേ, ഇച്ചിരി നല്ല കാസ്കറ്റ് കൊണ്ടുവന്നൂടെ? ഇതില് മുഴുവൻ കരച്ചിലും പിഴിച്ചിലും തന്നെ. നല്ല ഇടിയുള്ള പടം എടുത്തൂടെ? ആ അച്ചായന്റെ. ഏത് അച്ചായൻ? ആ മൂക്ക് പതിഞ്ഞൊരുത്തൻ. ഓ, ജാക്കി ചാൻ. അതില് നല്ല ഇടിയുള്ളൊരു പടമുണ്ട്, അമ്മായിയമ്മയും മരുമോളും തമ്മില്. അതായാലോ? പരദൂഷണം പറയാനാ രാവിലെ തന്നെ തുള്ളിച്ചാടി വന്നിരിക്കുന്നത്. അമ്മ, ഞാൻ വേണ്ട, ഒന്നും വിസ്തരിക്കണ്ട. എന്റെ മോൻ ദുബായി കിടന്ന് പൊരിയണ്ടേ എനിക്ക് സൂഹിക്കാനാ. അതിനാരും കണ്ണു കടിച്ചിട്ട് കാര്യമില്ല. ഞാൻ അതൊന്നും പറഞ്ഞില്ല. എനിക്ക് അറിഞ്ഞൂടെ നിന്നെ? ചിട്ടിക്കാരൻ വർക്കിയുടെ മോള് ട്രീസ കുട്ടീനെ. കൊണ്ടാടിയുണ്ട്. എന്തായാലും ട്രീസയ്ക്കിന്ന് ഒരു ദിവസത്തേക്കുള്ള കോളായിട്ടുണ്ട്.
സ്റ്റോപ്പ് ഇറ്റ്. തനിക്ക് എന്ത് പറ്റി? എങ്ങോട്ടാ പോകുന്നേ? കോളേജിലേക്ക് ടേൺ ചെയ്യേണ്ട വഴി കഴിഞ്ഞു. സോറി. പക്വതയും പാകതയും ഇല്ലാത്തത് എനിക്കോ നന്ദേട്ടനോ? ഈ റാപ്പ് മ്യൂസിക്കിന്റെ ഹൃദയത്തിൽ ഞാൻ ഏതോ ഒരു ഇല്യൂഷനിലായി പോയി. ഈ കാസറ്റ് എടുത്ത് ആദ്യം കളയണം. എന്തൊരു ഫാസ്റ്റാ. ലിവ് ഇറ്റ് മാഡം, ഇത്തിരി ഫ്രീക്ക് ആയി പോയി. ഫ്രീക്കായി സ്വന്തം വഴി മറക്കണ്ട. ഓക്കെ. ഹായ്, ഗുഡ് മോർണിംഗ് എവരിബഡി. ഗുഡ് മോർണിംഗ് സർ. മറ്റേ കേസ് കുഴപ്പമില്ല. രാവിലെ വയറിന്റെ കാട് രണ്ട് കാലം കെട്ടിക്കെട്ടുണ്ട്. ഞാൻ പോയി എന്റെ തവള. അയ്യോ എന്റെ വെള്ളം കൂടി കുട്ടിയേ, ചവിട്ടി കൊല്ലാതെ. എന്താ ചേക്കിപ്പോ അവിടെ ഒരു ബഹളം? ആരെങ്കിലും കുരിശുമത്തിറക്കിയ? ആ കറിയാച്ചനാ. അവനെന്താ തുണിയിലാണ്ട് കിടക്കാ? അല്ല ചോ, ലാബറട്ടറിയിലേക്ക് തവളയെ കൊണ്ടു. ഞാൻ തോറ്റൂലോ. ആ പിള്ളേരെ മുമ്പിൽ കൂടെ തവളേനെ കൊണ്ടുവരരുതെന്ന് പല 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 വട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ഇന്ന് യാവനെന്ന് ഞാൻ അല്ലെങ്കിൽ വേണ്ട. Okay, bye. Bye. See you guys. Hi. Excuse me. എവിടെയായിരുന്നു ഇതുവരെ? ട്രാഫിക് ജാം ആയിരുന്നു. എന്നും ഇങ്ങനെ ജാമായിട്ട് വന്നാലേ ഒടുവിൽ ഒരുപാട് വിഷമിക്കേണ്ടി വരും. Get in. What dear? Who made the noise? Stand up. Yourself, Monica. Reshma. Priya. ഷൈൻ ചെയ്യാ. അമേരിക്കയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഒക്കെ പാരന്റ്സ് നിങ്ങളെ ഇങ്ങോട്ട് കയറ്റി അയച്ചതേ സംസ്കാര സമ്പന്നരാക്കാൻ വേണ്ടിയാ. സമ്പന്നരായില്ലെങ്കിലും തീരെ ദരിദ്രവാസികളാകരുത്. എന്റെ ക്ലാസ്സിൽ ഇരിക്കണമെങ്കിൽ കുറച്ചുകൂടി അന്തസ് കീപ്പ് ചെയ്യണം. എന്തു പറയുന്നു? We will try. ട്രൈ ചെയ്താലൊന്നും പോരാ. യു മസ്റ്റ് സിറ്റ് ഡൗൺ. കർത്താവിനെ ഓർത്ത് എന്നെ എങ്ങനെ നാണം കെടുത്തല്ലേ? എനിക്കറിയാവടി, ഞാനിപ്പോ നിനക്കൊരു നാണക്കാരാ. നീ വലിയ ലൈബ്രറി അസിഡന്റ്, ഞാൻ വെറും പ്യൂൺ. എട്ടവനാണെന്ന് പറയാൻ നിനക്കിപ്പോ നാണക്കേട് കാണും. പ്യൂണായതിൽ എനിക്ക് ഒരു നാണക്കേടുമില്ല. ഈ തവളപിടുത്തം ഒന്ന് നിർത്താനേ പറഞ്ഞുള്ളൂ. വേണ്ട, തവളക്കാരും പറഞ്ഞു നീ എന്നെ ഒതുക്കണ്ട. നിന്റെ സ്ത്രീധനം കൈക്കൂലിയായി കൊടുത്ത് ജോലി വാങ്ങിച്ചെന്നുള്ള അഹംഭാവമാണ് നിനക്ക്. ഇതാ ഞാൻ പറഞ്ഞ അച്ഛന് കോംപ്ലക്സ് ആണെന്ന്. കോംപ്ലക്സ് നിന്റെ ശ്ശൂ, എന്റെ ഈശോയെ, ആരെങ്കിലും കേൾക്കും. കേക്കട്ടടി, എന്നെ കുറിച്ച് പരദൂഷണം പറഞ്ഞു നടക്കുന്ന നിനക്കാണോ എനിക്കാണോ കോംപ്ലക്സ് എന്ന് കേൾക്കുന്നവർ പറയട്ടെ. ഞാൻ പരദൂഷണം പറയുന്ന അച്ഛൻ കേട്ടോ? എന്നതാ ഞാൻ പരദൂഷണം പറയുന്ന അച്ഛൻ കേട്ടോന്ന്? കേട്ടോന്ന് ചോദിക്കാ. സ്വന്തം കാതുകൊണ്ട് കേൾക്കുമ്പോ പറഞ്ഞാ മതി. പറയാം, കാതുകൊണ്ട് കേൾക്കുമ്പോ പറയാം. നീ നോക്കിക്കോ, തോണ്ടി സകലം ഞാൻ പിടിച്ചോ? ആ പിടിക്കും. അല്ല കറിയേച്ചേട്ടാ, രാവിലെ എന്താ ഒരു പ്രശ്നം? അതെ, ഞങ്ങളെ ചാരപ്രശ്നം ഒന്ന് ചർച്ച ചെയ്യുകയായിരുന്നു. ഓ അത് ശരി.